എന്നെ മൊഹീദീശകളും പറഞ്ഞത് വല്ല നിലത്തിനും എന്നെ വിളിപ്പോർത്ത് ഇവിടെ ഉത്തരം ചെയ്യും ഞാൻ എന്നത്. അത് നമ്മൾ ആ റേഞ്ചിലാവണം. ആ റേഞ്ചിൽ നമ്മൾ വിളിച്ചാൽ ഇവര് വിളി കേൾക്കും. അതൊരു ഇലാഹിയായ ഒരു റേഞ്ചാണത്. ആ റേഞ്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടായിരിക്കും അവര് ആ വിളി കേൾക്കുന്നതും ആ വിളിയുടെ വിളിക്കനുസരിച്ചുള്ളതായ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിട്ട് അവർ കൈകാര്യം ചെയ്യും. ഇബ്രാഹിം നബിന്റെ സ്ഥാനം ആദ്യം ഓർക്കുക, മൊയ്തീൻ ഷെയ്ഖിന്റെ സ്ഥാനം ഓർക്കുക, സി എം അടവൂരിന്റെ സ്ഥാനം ഓർക്കുക. ഹാജറ ബീവി സഫാ മർവയിൽ ഓടിയത് എന്തിനാ? മോന് വെള്ളം കിട്ടാനാ. എന്നാ പിന്നെ എന്ത് ചെയ്താൽ വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എവിടെ ആയിക്കോട്ടെ, എന്നെ കാണുക കേൾക്കുക, ഞാൻ നിങ്ങളെ കയ്യെത്തുന്ന ദൂരത്തൊന്നും വേണ്ട, എന്നോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഞാൻ തരൂ. എന്താ ഇബ്രാഹിം നബി പറയാതിരുന്നത്? ഇബ്രാഹിം നബി സമസ്തയല്ലാത്തത് കൊണ്ട്. ഹാജറ ബീവി വിളിച്ചോ? ഇല്ല. ഹാജറ ബീവിന്റെ വ്യസനം അങ്ങ് ദൂരം ഇബ്രാഹിം നബി കണ്ടോ? ഇല്ല. എന്തേ കാണാത്തത്? നിങ്ങൾ പറഞ്ഞോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളി, നബീന്റെ ഒരു മോനെ സുഖല്യ എന്ന് വിവരം കിട്ടി. ക്ഷമിക്കാൻ പറയൂ. നബിയുടെ മോളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ക്ഷമിക്കാൻ പറയൂ. ഞാൻ നബിക്ക് പറഞ്ഞ പോരെ, വല്ല നീലത്തുനിന്ന് എന്നെ വിളിച്ച മോളെ പറഞ്ഞ പോരെ? എന്തിന് ചെല്ലി അയക്കണോ? എന്തിന് ദൂരെ അയക്കണം? അള്ളാന്റെ റസൂല മറക്കണ്ട. സ്ഥാനം കുറഞ്ഞുണ്ട് നിങ്ങളുടെ കൽബില്.